എറണാകുളം തിരുവാങ്കുളത്ത് അമ്മ പുഴയിലെറിഞ്ഞു കൊന്ന 3 വയസ്സുകാരി ലൈംഗിക പീഡനത്തിനിരയായിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ. സ്ഥിരീകരണത്തിന് പിന്നാലെ അച്ഛന്റെ അടുത്ത ബന്ധുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കുട്ടിയുടെ അമ്മയെ ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യും. വിവരങ്ങളുമായി വിനയ രാജ് ചേരുന്നു. വിനയ, ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് നിരവധി ചോദ്യങ്ങളാണ് ഉയരുന്നത്. ഈ ഒരു 3 വയസ്സുകാരി ലൈംഗിക പീഡനത്തിന് ഇരയായിട്ടുണ്ടോ എന്നതടക്കം അമ്മ അറിഞ്ഞിരുന്നുവോ എന്നുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ ഉയരുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് വീടിനുള്ളിൽ വെച്ച് തന്നെയാണ് കുട്ടി പീഡനത്തിനിരയായിരിക്കുന്നത്. ഈ പ്രതിയുടെ അച്ഛന്റെ അടുത്ത ബന്ധുവാണ് പീഡനത്തിന് പിന്നിൽ എന്ന് പറയുന്നു. ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ വിവരങ്ങൾ. വൃന്ദ, ബന്ധുവിന്റെ അറസ്റ്റ് പോലീസ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇനി അല്പസമയത്തിനകം തന്നെ കോടതിയിൽ ഹാജരാക്കും. കോടതിയിൽ ഹാജരാക്കിയ ശേഷം കസ്റ്റഡി അപേക്ഷ നൽകും. കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമായിരിക്കും മറ്റു ചോദ്യം ചെയ്യലിലേക്ക് അടക്കം തന്നെ കടക്കുക എന്നാണ് വ്യക്തമാകുന്നത്. കേരള മനസാക്ഷി ഞെട്ടിച്ച ഒരു കേസായിരുന്നു ഈ 3 വയസ്സുകാരിയുടെ കൊലപാതകം എന്ന് പറയുന്നത്. സ്വന്തം അമ്മ തന്നെയാണ് ഈ 3.5 വയസ്സുകാരിയെ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം തന്നെ വലിയ ഒരു ചോദ്യം എന്ന് പറയുന്നത്, എന്തിനാണ് ഈ കൊലപാതകം നടത്തിയത്, ഈ കൊലപാതകത്തിന് പിന്നിൽ എന്താണ് എന്നൊരു ചോദ്യം മാത്രമായിരുന്നു ബാക്കിയായിരുന്നത്. ആ ചോദ്യമാണ് ഇപ്പോൾ ഈ കുട്ടി പീഡനത്തിനിരയായിരിക്കുന്നുവെന്ന ഒരു രീതിയിലേക്ക് അടക്കം തന്നെ എത്തിയിരിക്കുന്നത് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങളടക്കം പുറത്തു വന്നിരുന്നത്. ഇന്നലെ ഒരു സൂചന മാത്രമായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് അത് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് കുട്ടി ഒരു തവണയല്ല പല തവണയായി ലൈംഗിക ചൂഷണത്തിന് വിധേയമായിട്ടുണ്ടെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലടക്കം തന്നെ വ്യക്തമാക്കിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതും അടുത്ത ബന്ധുവാണ് ഈ കുട്ടിയെ ലൈംഗികമായി ചൂഷണത്തിന് ഇരയാക്കിയതെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ കുട്ടിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം തന്നെ അമ്മയുടെ ബന്ധുക്കളാണെങ്കിലും അച്ഛന്റെ ബന്ധുക്കളെയാണെങ്കിലും തന്നെ പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്ന ഒരു നിലയായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സാഹചര്യത്തിലായിരുന്നു കുട്ടിയുടെ അച്ഛന്റെ അടുത്ത ബന്ധുവിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു നിലയിലേക്ക് എത്തിയത്. പിന്നീട് പോലീസിന് അത് സംശയമാകുന്നു. ആ സംശയത്തിൽ തന്നെ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ആ ചോദ്യത്തിലാണ് പ്രതി കുറ്റസമ്മതം നടത്തിയിട്ടുണ്ടായിരുന്നത്. പൊട്ടിക്കരഞ്ഞുകൊണ്ടായിരുന്നു പോലീസ് സ്റ്റേഷനിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടായിരുന്നു ഈ കുറ്റസമ്മതം നടത്തിയതെന്നാണ് പോലീസ് അടക്കം വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നീടുണ്ടായിരുന്ന ചോദ്യം ഏത് രീതിയിൽ അല്ലെങ്കിൽ എവിടെ വെച്ചാണ് ഈ കുട്ടിയെ ലൈംഗികമായി പീഡനത്തിന് ഇരയാക്കിയത് എന്നടക്കമുള്ള ചോദ്യമായിരുന്നു. ഇപ്പോൾ ആ പ്രതി തന്നെ സമ്മതിച്ചിരിക്കുകയാണ്. വീട്ടിനുള്ളിൽ വെച്ച് തന്നെയാണ് കുട്ടിയെ ലൈംഗികമായി ചൂഷണത്തിന് ഇരയാക്കിയതെന്നാണ് പ്രതി പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി എന്ന് പറയുന്നത്. എങ്ങനെയാണ് നമ്മൾ കണ്ടതാണ്, കഴിഞ്ഞ ദിവസം ഈ വീട് കണ്ടതാണ്. അടുത്തടുത്താണ് വീടുകളില്ലത്, മതിലൊന്നും തന്നെ ഇല്ലാത്ത വീടുകളാണ്. കുട്ടിയുടെ അമ്മയെ തന്നെ ഈ 2 മക്കൾക്കാണെങ്കിലും അമ്മയെ പേടിയായിരുന്നു. കാരണം പറയുകയാണെങ്കിൽ ഈ മക്കളെ ഉപദ്രവിക്കുന്ന ഒരു നിലയടക്കമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മക്കൾക്ക് ഈ അമ്മയെ പേടിയായിരുന്നു. കുട്ടി മറ്റു ആളുകളുമായി ഇടപഴകുമായിരുന്നു, നന്നായി ഇടപഴകുമായിരുന്നു. കുട്ടി അംഗനവാടിയിലേക്കും മറ്റും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് അടുത്ത ബന്ധുക്കളും കൂടാതെ തന്നെ അയൽവാസികളും മറ്റുമായിരുന്നു ഈ അംഗനവാടികളിലേക്കും മറ്റും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അമ്മയെ പുറമെ ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ഒരു ഞെട്ടിക്കുന്ന വാർത്തയടക്കം തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. ഈ കുട്ടി അംഗനവാടിയിലേക്ക് കൊണ്ടുപോകുന്ന ആളുകളെ കേന്ദ്രീകരിച്ച് അടക്കം തന്നെ പോലീസ് ഒരു അന്വേഷണം നടത്തുന്നു. ഈ ഒരു അന്വേഷണത്തിലാണ് ബന്ധുവിലേക്ക് അടക്കം തന്നെ ഒരു അന്വേഷണം എത്തുന്നതും ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിക്കുകയും മറ്റും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ പോലീസ് അറസ്റ്റ് അടക്കം തന്നെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പോക്സോ വകുപ്പുകൾ ചുമത്തിയാണ് പ്രതിക്കെതിരെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പുത്തൻകുരിശ് പോലീസാണ് ഈ കുട്ടിയെ ലൈംഗികമായി പീഡനത്തിനിരയാക്കിയ സംഭവത്തിൽ കേസെടുത്തിരിക്കുന്നത്. കുട്ടിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ 2 കേസുകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പുത്തൻകുരിശ് പോലീസാണ് ലൈംഗിക പീഡനത്തിന് കുട്ടിയെ ശാരീരികമായി ഉപദ്രവിച്ചു എന്ന തരത്തിൽ കേസെടുത്തിരിക്കുന്നത്. അമ്മയ്ക്കെതിരെ മറ്റൊരു കേസും എടുത്തിട്ടുണ്ട്. അമ്മയ്ക്കെതിരെ കൊലപാതക കുറ്റം ചുമത്തിക്കൊണ്ടാണ് കേസെടുത്തിരിക്കുന്നത്. നിലവിൽ അമ്മ ഇപ്പോഴും പോലീസ് സ്റ്റേഷനിൽ തന്നെ തുടരുകയാണ്. അമ്മയെ കൂടുതൽ ചോദ്യം ചെയ്യലേക്ക് അടക്കം വിധേയമാക്കേണ്ടതുണ്ട്. അമ്മയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള അറിവുണ്ടായിരുന്നു എന്നടക്കം തന്നെ പോലീസ് അന്വേഷിച്ചു വരികയാണ്. അമ്മ ഇതുമായി ബന്ധപ്പെട്ട് ഈ കുട്ടി ലൈംഗികമായി ഉപദ്രവിക്കപ്പെട്ടിരുന്നു എന്നതുമായി ബന്ധപ്പെട്ട് അമ്മയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള അറിവുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇനി വ്യക്തത വരേണ്ടിയിരിക്കുന്നത്. നേരത്തെ ഈ കൊലപാതകം നടത്തിയതുമായി ബന്ധപ്പെട്ടാണെങ്കിലും കൊലപാതകം നടത്തി എന്ന് പറയുമ്പോഴും എന്തിനാണ് ഈ കൊലപാതകം നടത്തിയത് എന്ന ചോദ്യത്തിന് താൻ കൊന്നു എന്ന് മാത്രമായിരുന്നു, അല്ലെങ്കിൽ താൻ അത് ചെയ്തു എന്ന് മാത്രമായിരുന്നു അമ്മ പോലീസിന് നൽകിയ മൊഴി എന്ന് പറയുന്നത്. ഇനി പോലീസ് ചോദ്യം ചെയ്യുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ
കുട്ടി ലൈംഗികമായി ഉപദ്രവിക്കപ്പെട്ടിരുന്നു എന്ന കാര്യവുമായി ബന്ധപ്പെട്ട് അമ്മയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള അറിവുണ്ടായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങളിൽ പോലീസ് ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. അമ്മയെ വീണ്ടും ചോദ്യം ചെയ്യൽ വിധേയമാക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അമ്മയെ ചോദ്യം ചെയ്യൽ വിധേയമാക്കിയ ശേഷമായിരിക്കും അറസ്റ്റോ അല്ലെങ്കിൽ ഈ കസ്റ്റഡി അപേക്ഷ അടക്കം നൽകുക എന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർണായകമായിട്ടുള്ള ഒരു വഴിത്തിരിവിലേക്ക് ഇപ്പോൾ ഈ കേസ് എത്തിച്ചിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. കുട്ടി ലൈംഗികമായി പെട്ടിരിക്കുന്നത് അച്ഛന്റെ ബന്ധുവിൽ നിന്നാണെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. SP ഇനി മാധ്യമങ്ങളെ കാണാമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. SP മാധ്യമങ്ങളെ കാണുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വൃന്ദ, വിനയ, ഈ ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ കുട്ടി പീഡനത്തിനിരയായി എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ലഭിക്കുന്നത്. എന്നാൽ ഈ കേസിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഈ പോലീസിന് വിവരങ്ങൾ അറിയാമായിരുന്നു. ഇവർ ഈ ബന്ധുക്കളെ അടക്കം ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരുന്നു. ആദ്യഘട്ടത്തിൽ അമ്മയാണ് ചോദ്യം ചെയ്യൽ പുരോഗമിച്ചിരുന്നതെന്ന് പിന്നീട് ബന്ധുക്കളെ എല്ലാം തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയായിരുന്നു. എങ്ങനെയാണ് ഈ അച്ഛന്റെ അടുത്ത ബന്ധുവിലേക്ക് തന്നെ ഈ പോലീസിന്റെ ശ്രദ്ധ എത്തുന്നത്? അത്തരത്തിലുള്ള തെളിവുകൾ ബന്ധുക്കളിൽ നിന്നാണോ ലഭിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അമ്മയെ ചോദ്യം ചെയ്തതിൽ നിന്നാണോ ഇത്തരത്തിലുള്ള വിവരങ്ങളെല്ലാം ലഭിച്ചിട്ടുള്ളത് എന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തത വരുന്നുണ്ടോ? ഈ കുട്ടിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നിരവധി പ്രത്യാരോപണങ്ങൾ അടക്കം ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് മാനസിക നിലയിൽ പ്രശ്നമുണ്ട് എന്ന തരത്തിലുള്ള കാര്യങ്ങളടക്കം തന്നെ ബന്ധുക്കൾ വിശദീകരിക്കുന്ന ഒരു സാഹചര്യം അടക്കം ഉണ്ടായിരുന്നു. ഇതെല്ലാം തന്നെയാണ് ബന്ധുക്കളിലേക്ക് അടക്കം തന്നെ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മൊഴിയെടുക്കലിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ടായിരുന്നത്. സന്ധ്യയുടെ വീട്ടിലാണെങ്കിലും കൂടാതെ തന്നെ അച്ഛന്റെ വീട്ടിലാണെങ്കിലും ബന്ധുക്കളോടക്കം തന്നെ പോലീസ് ചോദ്യങ്ങൾ ചോദിക്കുന്ന അല്ലെങ്കിൽ മൊഴി രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കൊലപാതകത്തിന് ശേഷം തന്നെ ഇരു കൂട്ടരെയും വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മൊഴി രേഖപ്പെടുത്തിയ ശേഷം ഓരോരുത്തരെയും വിട്ടയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ചോദ്യം ചെയ്യലാണ് ഈ പ്രതിയുടെ മൊഴിയിലടക്കമുള്ള വൈരുദ്ധ്യങ്ങളും മൊഴിയിലടക്കമുള്ള വൈരുദ്ധ്യങ്ങൾ തന്നെയാണ് ഈ പ്രതിയിലേക്ക് കൂടുതൽ പോലീസിനെ എത്തിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് വീണ്ടും ചോദ്യം ചോദിക്കുമ്പോഴാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് താൻ ലൈംഗികമായി ഉപദ്രവിച്ചിരുന്നു എന്ന കാര്യം പ്രതി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. നിരവധി തവണ ഈ വീടിനുള്ളിൽ വെച്ച് തന്നെ ലൈംഗികമായി ഉപദ്രവിച്ചിട്ടുണ്ട് എന്നാണ് പോലീസിന് നൽകിയ മൊഴി എന്ന് പറയുന്നത്. ഇത് കേന്ദ്രീകരിച്ചാണ് പിന്നീട് അന്വേഷണം അടക്കം നടത്തിയത്. നേരത്തെ ഈ കുട്ടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ കുട്ടിയുമായി അടുത്ത് ഇടപഴകുന്ന ആളുകളെ കേന്ദ്രീകരിച്ചായിരുന്നു പോലീസ് അന്വേഷണം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ വിവരങ്ങൾ നേരത്തെ തന്നെ പോലീസിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ പോലീസ് വ്യക്തമാക്കിയിരുന്നു കേസിൽ നിർണായകമായിട്ടുള്ള തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നായിരുന്നു പോലീസ് വ്യക്തമാക്കിയ ഒരു കാര്യം. എന്നാൽ 3 വയസ്സുകാരിയുടെ കൊലപാതകമാണ്. അതുകൊണ്ട് തന്നെ വളരെ രഹസ്യമായിട്ടാണ് കാര്യങ്ങളടക്കം തന്നെ പോലീസ് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. കേസുകളടക്കം തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെളിവുകൾ ലഭിച്ച മുറയ്ക്കാണ് ഈ പ്രതി കുറ്റം സംബന്ധിച്ച മുറയ്ക്കാണ് ഇപ്പോൾ അറസ്റ്റിലേക്ക് അടക്കം കടന്നിരിക്കുന്നത്. അത്രയും അതീവ രഹസ്യമായിട്ടായിരുന്നു ഈ കേസ് അടക്കം തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രതിയുടെ ഫോട്ടോയോ മറ്റോ ഇപ്പോൾ നമുക്ക് പ്രദർശിപ്പിക്കാൻ സാധിക്കില്ല. കാരണം അതിനടക്കം തന്നെ പ്രത്യേകമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു 3 വയസ്സുകാരിയുടെ കൊലപാതകമായതുകൊണ്ട് തന്നെ വളരെ രഹസ്യമായി തന്നെയാണ് പോലീസ് അടക്കം ഈ കേസ് കൈകാര്യം ചെയ്യുന്നതും. എന്തായാലും ഇപ്പോൾ പ്രതി കുറ്റം സമ്മതിച്ചിരിക്കുകയാണ്. താൻ തന്നെയാണ് കുട്ടിയെ ലൈംഗികമായി പീഡനത്തിന് ഇരയാക്കിയതെന്ന് പ്രതി കുറ്റം സമ്മതിച്ചിരിക്കുകയാണ്. ഇനി മറ്റു നടപടിക്രമങ്ങളാണ് അറിയേണ്ടത്. ഇനി കൂടുതൽ ചോദ്യം ചെയ്യൽ വിധേയമാക്കേണ്ടതുണ്ട്. നിലവിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി കോടതിയിൽ ഹാജരാക്കിയ ശേഷമായിരിക്കും മറ്റു നടപടിക്രമങ്ങളടക്കം തന്നെ കസ്റ്റഡി അപേക്ഷ നൽകും. കസ്റ്റഡി ലഭിച്ചത് ശേഷമായിരിക്കും കൂടുതൽ ചോദ്യം ചെയ്യലേക്ക് അടക്കം തന്നെ പോലീസ് കടക്കുക. എന്നാലും ഏറ്റവും മുന്നിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് അമ്മയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള വിശദീകരണം അല്ലെങ്കിൽ കാര്യങ്ങൾ അറിയുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അതിനുള്ള ഉത്തരം കണ്ടെത്താൻ തന്നെയാണ് പോലീസ് അടക്കം ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മയെയും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ വിശദമായി ചോദ്യം ചെയ്യലിനും വിധേയമാക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അമ്മയെ ചോദ്യം ചെയ്യൽ വിധേയമാക്കിയിട്ടായിരിക്കും മറ്റു നടപടിക്രമങ്ങളിലേക്ക് അടക്കം തന്നെ കടക്കുക. അമ്മയ്ക്ക് വേണ്ടി ഉടനെ തന്നെ കസ്റ്റഡി അപേക്ഷ നൽകുമെന്നും പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ അടക്കം തന്നെ ഇനി SP മാധ്യമങ്ങളെ കാണുമ്പോഴാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ അടക്കം തന്നെ എന്തായാലും അറിയുക. എന്തായാലും ഈ നാട്ടിനെ നടുക്കിയ കൊലപാതകത്തിൽ ഇപ്പോൾ കുട്ടിയെ അമ്മ മാത്രം
മാത്രമല്ല, അല്ലെങ്കിൽ അമ്മ പുഴയിൽ എറിഞ്ഞ് ആദ്യം ഇതൊരു തിരോധാനമായിട്ടായിരുന്നു, കുട്ടിയെ കാണാനില്ല എന്ന തരത്തിലായിരുന്നു വാർത്ത, അല്ലെങ്കിൽ നമ്മൾ വാർത്ത കൊടുത്തതെങ്കിൽ പിന്നീട് കുട്ടിയെ അമ്മ പുഴയിൽ എറിഞ്ഞു കൊലപ്പെടുത്തി എന്ന തരത്തിലുള്ള വാർത്ത കൊടുക്കുന്നു. ഇപ്പോൾ അതിദാരുണമായി തന്നെ കുട്ടി ഈ 3.5 വയസ്സുകാരി ലൈംഗികമായി ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ട് എന്നും ഒരു വാർത്ത കൊടുക്കുന്നു. അത്രയും ദാരുണമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വൃന്ദ, നേരത്തെ തന്നെ അമ്മയുടെ മാനസിക നില പ്രശ്നമായതിനെ തുടർന്ന് തുടങ്ങിയിട്ടുള്ള വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വന്നിരുന്നു. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഇപ്പോൾ ചോദ്യം ചെയ്യുന്ന ഈ ഒരു വേളയിൽ പോലും തന്നെ ഈ അമ്മയുടെ മാനസിക നില ചോദ്യം ചെയ്യലിന് വെല്ലുവിളിയാകുന്നുണ്ടോ? അമ്മയുടെ മാനസിക നിലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നേരത്തെ ഈ ബന്ധുക്കളും മറ്റും സന്ധ്യയ്ക്ക് മാനസിക നിലയിൽ ചെറിയ രീതിയിലുള്ള തകരാറുണ്ട് എന്ന് പോലീസിനോട് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ സന്ധ്യയുടെ അമ്മയടക്കം തന്നെ മകൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് കുറച്ച് സമയം ആവശ്യമാണ്, പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവക്കാരിയാണ് സന്ധ്യ എന്നായിരുന്നു സന്ധ്യയുടെ അമ്മയടക്കം വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്. എന്നാൽ അത് പൂർണ്ണമായും നിഷേധിക്കുന്ന ഒരു തരത്തിലേക്കായിരുന്നു സന്ധ്യയുടെ ഭർത്താവായിട്ടുള്ള സുഭാഷ് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. തന്റെ ഭാര്യയ്ക്ക് യാതൊരു തരത്തിലുമുള്ള മാനസിക പ്രശ്നങ്ങളില്ല എന്നായിരുന്നു സുഭാഷ് വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്. അവൾ അതിബുദ്ധിമതിയായിരുന്നു എന്നടക്കം തന്നെ സുഭാഷ് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മളോടക്കം ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയതാണ്. അതുകൊണ്ട് തന്നെ എന്തായാലും പോലീസ് ഇപ്പോൾ മാനസിക നിലയടക്കം തന്നെ പരിശോധിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള മാനസിക വെല്ലുവിളി നേരിടുന്ന ആളാണോ സന്ധ്യ എന്നടക്കം തന്നെ പരിശോധിക്കുന്നുണ്ട്. ആ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് അടക്കം തന്നെ കടക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു ഭാഗം പറയുന്നു മാനസിക വെല്ലുവിളി നേരിടുന്ന ആളാണ് സന്ധ്യ എന്ന്, മറുഭാഗം പറയുന്നു സ്വന്തം ഭർത്താവ് തന്നെ പറയുന്നു മാനസിക വെല്ലുവിളി ഒന്നും തന്നെ സന്ധ്യ നേരിടുന്നില്ല. എന്നാൽ പല തവണയായി കുട്ടികളെ ഉപദ്രവിക്കാൻ അല്ലെങ്കിൽ കൊലപ്പെടുത്താനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഐസ്ക്രീമിൽ വിഷം കലർത്തി കൊലപ്പെടുത്താനുള്ള ശ്രമം സന്ധ്യ നടത്തിയിട്ടുണ്ടായിരുന്നു. മക്കളെ തലയ്ക്ക് ടോർച്ച് അടിച്ച് മുറിവാക്കുന്ന ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ നമ്മളോട് അന്ന് വ്യക്തമാക്കിയ ഒരു കാര്യം തന്നെയാണ്. ഇനി ഏതെങ്കിലും തരത്തിലുള്ള മാനസിക വെല്ലുവിളി നേരിടുന്നുണ്ടോ എന്നടക്കം തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഈ മാനസിക വിദഗ്ധരുടെ അടക്കം തന്നെ പരിശോധനയ്ക്ക് ശേഷം അവർ നൽകുന്ന അല്ലെങ്കിൽ വിവരങ്ങൾ വെച്ചായിരിക്കും സന്ധ്യയുമായുള്ള മറ്റു തുടർ നടപടികൾ അടക്കം തന്നെ കടക്കുക എന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്ന കാര്യം. വൃന്ദ, ശരി വിനയ. ജമ്മു കശ്മീർ കിഷ്ത്വാറിൽ ഭീകരരുമായി ഏറ്റുമുട്ടൽ, മേഖലയിൽ 4